റൂമിലേക്ക് എത്തിയതും കയ്യിലുണ്ടായിരുന്ന ഫയലും പെൻഡ്രൈവും ഭദ്രമായി തന്റെ റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഓഫീസ് റൂമിന്റെ ഷെൽഫിലേക്ക് വെച്ച് പൂട്ടിയിരുന്നു. ഈ അസ്ത്രം പ്രയോഗിക്കാറായിട്ടില്ല, അതിന് ഇനി കുറച്ചുകൂടി സമയം ആവശ്യമാണ്. അവൻ ആ റൂം പൂട്ടി പുറത്തേക്ക് വന്നപ്പോഴേക്കും ഭദ്ര റൂമിലേക്ക് വന്നിരുന്നു. ആ കഥ ഒന്നടക്കട വാവേ. അവന്റെ വാവേ എന്ന വിളിയിൽ അവൾ ഒരു നിമിഷം ഞെട്ടി അവന് നോക്കിയിരുന്നു പോയി. പിന്നെ അവന്റെ വാക്കുകളെ ആർദ്രത അവളെ നാണം നിറച്ചു. വാതിൽ അടയ്ക്കാതെ നിൽക്കുന്ന പെണ്ണിനെ കാണേ എന്താടാ അവൻ പ്രണയം നിറഞ്ഞ സ്വരത്തിൽ ചോദിക്കവേ അവൾ അവനെ തന്നെ ഉറ്റുനോക്കി. പിന്നൊന്നും പറയാതെ നാണത്താൽ ചെന്ന് വാതിൽ അടിച്ചു തിരിഞ്ഞതും അവന്റെ നെഞ്ചിലെ തട്ടി നിന്നു പെണ്ണ്. അവന്റെ നെഞ്ചൊപ്പം വരെയുള്ളൂ പെണ്ണ്. അവൾ തലയുയർത്തി അവനെ നോക്കുമ്പോൾ എന്നും തന്നെ നോക്കാറുള്ള കണ്ണുകളുടെ തിളക്കത്തിൽ അവൾ ഒരു നിമിഷം നോക്കി നിന്നുപോയി. അവൻ അവളെ പൊക്കിയെടുത്ത് ടേബിളിന്റെ പുറത്തായി എടുത്തിരുത്തിയിരുന്നു. അവളിൽ ഈ പ്രാവശ്യം ഞെട്ടൽ ഉണ്ടായിരുന്നില്ല, പിടപ്പുകൾ ഉണ്ടായിരുന്നില്ല. കാരണം അവന്റെ കുഞ്ഞിപ്പെണ്ണിന് ഇപ്പോൾ അവന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നു. ചിലപ്പോൾ കിസ്സടിക്കാനാകും, മറ്റു ചിലപ്പോൾ കഴുത്തിൽ ഉമ്മ വെക്കാനാകും, അല്ലെങ്കിൽ കടിക്കാനാകും. എന്തോ ആ ചിന്തയിൽ പോലും അവളുടെ ഉടൽ ഒന്ന് വിറച്ചുപോയി. കണ്ണുകൾ പിടിച്ചുപോയി. പിടയ്ക്കുന്ന മിഴികളോടെ വിയർക്കുന്ന ചുണ്ടുകളോടെ അവൾ അവനെ നോക്കിയ നിമിഷം തന്നെ അവന്റെ അധരങ്ങൾ അവളുടെ അധരങ്ങളായി കോർത്തിരുന്നു. വല്ലാത്തൊരു ചുംബനമായിരുന്നു അവൻ്റേത്. എന്നത്തെ പോലെ വന്യമായ ചുംബനം. ആ ചുംബനം തന്നെയാണ് ആ പെണ്ണും ഇന്ന് ആഗ്രഹിക്കുന്നത്. ചുണ്ടുകൾ വേർപെട്ട ഏതോ ഒരു നിമിഷം അവൾ ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചിരുന്നു. പിന്നൊട്ടും കാക്കാതെ അവളും അവനെ തിരികെ ചുംബിച്ചിരുന്നു. വാശിയേറിയ ചുംബനം. ഇന്ന് അവൻ ഒപ്പത്തിനൊപ്പം അവൾ നിൽക്കുന്നു, ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ. അവന്റെ ചുണ്ടുകളെ അത്രയും പ്രണയത്തോടെയാണ് അവൾ ചുംബിച്ചുണർത്തിയത്. അവന്റെ കൈയുടെ ചലനം വല്ലാതെ തെന്നിമാറുന്നുണ്ടായിരുന്നു. അവളുടെ മൃദുലതയിൽ ആ കൈ ഓരോ നിമിഷവും വല്ലാതെ മുറുകിക്കൊണ്ടിരുന്നു. ചുണ്ടുകളെ വേർപെട്ട ഏതോ ഒരു നിമിഷം അവന്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് സ്ഥാനം പിടിച്ചിരുന്നു. അവിടെ പറ്റിച്ചേർന്ന് ഒഴുകുന്ന വിയർപ്പ് തുള്ളികളെ അവന്റെ ചുണ്ടുകളാൽ ഒപ്പിയെടുക്കുമ്പോൾ അവളിൽ നിന്ന് നേർത്തൊരു ശബ്ദം പുറത്തേക്ക് വന്നിരുന്നു. അത് കേൾക്കും തോറും അവന്റെ പ്രവൃത്തി കൂടുതൽ വന്യമായി തുടങ്ങിയിരുന്നു. മുഖമുയർത്തി അവളെ ഒന്ന് നോക്കവേ നാണത്തിന്റെ ചുവപ്പ് രാശികൾ അവളെ തെളിഞ്ഞു കാണാൻ കഴിഞ്ഞിരുന്നു. അവൻ അത് കാണെ അവളുടെ ചെവിയിലായി ഒരു മന്ത്രണം പോലെ പറഞ്ഞു, വാവേ, ഇനി ഞാൻ കാത്തിരിക്കണോ? നമ്മൾ തമ്മിലുള്ള ഒന്നുചേരൽ ഞാൻ അത്രമേൽ കൊതിക്കുന്നു പൊന്ന. മന്ത്രണം പോലെ അവൻ പറയവേ അവളുടെ കവിളുകളിൽ നാണം ഇരച്ചു കയറിയിരുന്നു. അത് കാണെ അവന്റെ കുഞ്ഞിക്കണ്ണുകൾ വല്ലാതൊന്ന് വിടർന്നു പോയി. നിനക്ക് നന്നായി അറിയാവുന്നതല്ലേ ഭദ്രേ, നീ എനിക്ക് ഭ്രാന്താണെന്ന്. എൻ്റെ പ്രണയമാണ്. 7 വർഷം ഞാൻ നിനക്കായി കാത്തിരുന്നില്ലേ? ഇഷ്ടമാണെന്ന് ഒരു വാക്ക് എപ്പോഴാണ് നീ എന്നോട് പറയുന്നത്? അതിന് ഇനിയും ഞാൻ കാത്തിരിക്കണോ പൊന്ന? നീ അത് പറഞ്ഞാൽ മാത്രമേ ഞാൻ നിന്നെ സ്വന്തമാക്കൂ, അല്ലാതെ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. നിനക്കറിയാലോ പെണ്ണെ, ഞാൻ നിന്നെ പ്രണയം കൊണ്ട് മൂടാൻ ആഗ്രഹിക്കുന്നു ഓരോ നിമിഷവും. പക്ഷെ എന്നോടുള്ള ഇഷ്ടം ഈ കണ്ണുകളിൽ മാത്രം കണ്ടാൽ പോരാ, എനിക്ക് വാക്കുകളാൽ അറിയണം. അതിന് അവൾ മറുപടി ഒന്നും പറഞ്ഞിരുന്നില്ല. ഒരു പുഞ്ചിരിയിൽ മാത്രം ഒതുക്കിയിരുന്നു അവളുടെ വാക്കുകൾ. അവൻ ഫ്രഷായി എന്നത്തെ പോലെ അവളെയും ചേർത്ത് പിടിച്ചായിരുന്നു കിടന്നത്. മംഗലത്ത് കുടുംബത്തിൽ മാധവന്റെ രണ്ടാമത്തെ സഹോദരനായ മഹിയുടെ മകൾ ആകേഷയുടെ വിവാഹം 2 ആഴ്ചയ്ക്കുള്ളിൽ നടത്താൻ തീരുമാനിച്ചിരുന്നു. നേരത്തെ തന്നെ ഹരി ജയ്യെ ക്ഷണിച്ചിരുന്നു. വിവാഹത്തിന് ഭദ്രയും കൊണ്ടുപോകാൻ അവൻ തീരുമാനിച്ചിരുന്നു. അതിന് പിന്നിൽ അവന് ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. മംഗലത്തെ വീട്ടിൽ ആഘോഷങ്ങളുടെ പൊടിപൂരം തന്നെ നടക്കുകയാണ്. വീട് ഒരുങ്ങിയിരുന്നു. അതുപോലെ ഡ്രസ്സും മറ്റു സാധനങ്ങളും വാങ്ങാൻ വേണ്ടി ഷോപ്പിങ്ങിനായി ഇറങ്ങിയതാണ് അവിടെയുള്ളവർ. കോളേജിലേക്ക് ഇന്ന് ഭദ്ര മാത്രമേ വന്നുള്ളായിരുന്നു. മറ്റു 2 പേർക്കും അഡ്മിഷന്റെ കാര്യമായി ഇരിക്കുകയാണ്. അവരും കൂടെ വന്നിട്ട് പോകാമെന്ന് ഭദ്ര പറഞ്ഞു നോക്കിയെങ്കിലും ജയുടെ ഭാഗത്ത് നിന്നും ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. അവസാനം പോകേണ്ടി വന്നു. കോളേജിലേക്ക് ജയ് തന്നെയാണ് അവളെ കൊണ്ടാക്കിയത്. കോളേജിലേക്ക് പോകുമ്പോഴും അവളുടെ മുഖം വീർത്തിരുന്നു. അത് അവൻ ഒരു കൗതുകത്തോടെ നോക്കിയിരുന്നു. കോളേജിന്റെ മുറ്റത്ത് വണ്ടി നിന്നതും അവനെ നോക്കാതെ പോകാനിരുന്ന പെണ്ണിന്റെ കയ്യിൽ പിടി വീണിരുന്നു. അവളെ അവിടെ തന്നെ പിടിച്ചിരുത്തി. അവൾ പരിഭവത്തോടെ അവനെ നോക്കുമ്പോൾ അവളുടെ കയ്യിലായി ഒരു ഗിഫ്റ്റ് ബോക്സ് അവനെ ഏൽപ്പിച്ചിരുന്നു. അതെന്താണെന്ന അർത്ഥത്തിൽ അവനെ നോക്കുമ്പോൾ അവിടെ പുഞ്ചിരിയായിരുന്നു. എന്നെ നോക്കാതെ അത് തുറന്നു നോക്ക് പെണ്ണെ. അവൾ കണ്ണു വിടർത്തി അതിലേറെ കൗതുകത്തോടെ അതിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പതിയെ ആ ബോക്സ് തുറന്നു. അതിലൊരു ഫോണായിരുന്നു. അവൾ അവനെ തന്നെ ഉറ്റുനോക്കി. ഇത് ബാഗിൽ എടുത്തു വെച്ചോ, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കരുത്. അതുപോലെ ക്ലാസ് കഴിഞ്ഞാൽ എന്നെ വിളിക്കണം, അവൻ പറഞ്ഞു കൊടുത്തു. എൻ്റെ നമ്പറും ഡെബിയുടെ നമ്പറും പിന്നെ പൊന്നുവിൻ്റെ ആദ്യയുടെ നമ്പർ സേവ് ആണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് ഞങ്ങൾ ആരെയും വിളിക്കാം. അതിലുപരി നിന്റെ വിളിപ്പുറത്ത് ഞാൻ ഉണ്ടാകും.
ഉറച്ചതായിരുന്നു അവന്റെ സ്വരം. അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ അവന്റെ കവിളുകളിൽ ഒന്ന് ചുംബിച്ചിരുന്നു. അവളുടെ സന്തോഷം അവൾ അങ്ങനെയാണ് പ്രകടിപ്പിച്ചത്. അവന്റെ കുഞ്ഞിക്കണ്ണുകൾ താനെ അടഞ്ഞു പോയിരുന്നു. അവൾ അകന്നു മാറിയിട്ടും അവളുടെ ചുണ്ടിന്റെ ചൂട് അവനിൽ നിന്ന് മാറാത്തതുപോലെ. അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ആ നിമിഷം അവളുടെ പരിഭവവും പിണക്കവും എല്ലാം പാടെ മാഞ്ഞിരുന്നു. അവൾ പോകുന്നത് നോക്കി നിന്നവന്റെ ചുണ്ടിൽ ആ നിമിഷം അവൾക്കായി പുഞ്ചിരി വിരിഞ്ഞിരുന്നു. ജയ് ഓഫീസിലേക്ക് വന്നതും നിത നേരത്തെ തന്നെ തന്റെ ചെയറിൽ സ്ഥാനം പിടിച്ചിരുന്നു. ചുണ്ടിൽ വിരിഞ്ഞ പുച്ഛച്ചിരി ഒളിപ്പിച്ച് അവൻ മുന്നോട്ടു പോകവേ സ്റ്റാഫുകൾ ഓരോരുത്തരായി അവനെ വിഷ് ചെയ്തിരുന്നു. നിത അവൻ വന്നതൊന്നും അറിഞ്ഞിരുന്നില്ല. അവളുടെ കണ്ണുകൾ പുകഞ്ഞു മറിയാൻ തുടങ്ങിയിരുന്നു. ഇന്നലെ ആരോമൽ വിളിച്ച് ജയുടെ വിവാഹം കഴിഞ്ഞ കാര്യവും അത് ശ്രീഭദ്ര എന്ന പെണ്ണാണെന്ന് കേട്ടതും ഭൂമി പിളർന്ന് താഴേക്ക് പോയതുപോലെ അവൾക്ക് തോന്നി. അവൾ മനസ്സിലാക്കിയിരുന്നു താൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചവൾ ഇന്ന് ജീവനോടുള്ള വിവരം. എങ്കിലും ഉള്ളിലെ ദേഷ്യം അടക്കി അവൾ അവിടെ തന്നെ ജോലി തുടരാൻ തീരുമാനിച്ചിരുന്നു. എങ്ങനെ അവനെ നേടിയെടുക്കണം, ഭദ്രയെ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റണം എന്നവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതിന് ഇവിടെ തുടരണം അവൾ ഉറപ്പിച്ചു. ജയ് തന്റെ തൊട്ടടുത്ത് എത്തിയിട്ടും അവൾ അറിഞ്ഞിരുന്നില്ല. ഭദ്രയോടുള്ള പകയാൽ അവളുടെ മുഖം ചുവന്നു തുടുത്തിരുന്നു. അവളുടെ മുഖത്തെ ഭാവം കണ്ടുകൊണ്ടാണ് ജയ് തന്റെ ക്യാബിനിലേക്ക് പോയത്. അവൻ തന്റെ ഓഫീസ് റൂമിൽ ഇരുന്ന് CCTV ദൃശ്യങ്ങൾ വഴി അവളെ നിരീക്ഷിക്കുകയായിരുന്നു. ചുണ്ടിൽ നിറഞ്ഞ പുച്ഛച്ചിരിയോടെ. നീ ആഗ്രഹിക്കുന്നതൊന്നും തന്നെ നടക്കില്ല നിത. അതിനു മുമ്പേ നിനക്കുള്ളത് ഞാൻ തന്നിരിക്കും. ജയുടെ മുഖത്ത് ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞു. ഭദ്രയ്ക്ക് ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. തന്റെ കൂട്ടുകാരുടെ നിർബന്ധപ്രകാരം ബീച്ചിലേക്ക് പോകാൻ തീരുമാനിച്ചു നിൽക്കുകയാണ് പെണ്ണ്. തന്റെ ഫ്രണ്ട്സായ നിമിഷയുടെ മനുവിന്റെ നിർബന്ധപ്രകാരം അവൾ ബീച്ചിലേക്ക് പോകാൻ തീരുമാനിച്ചതാണ്. അച്ചുവേട്ടനോട് പറയട്ടെടി, അല്ലെങ്കിൽ ആൾ എന്നെ കാണാതെ വിഷമിക്കും, ടെൻഷനാകും. അവൾ പറഞ്ഞപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ. അവനെ 1-2 പ്രാവശ്യം വിളിച്ചിട്ടും കോൾ കണക്റ്റ് ആയിരുന്നില്ല. റേഞ്ച് ഒട്ടും തന്നെ കാണിക്കുന്നില്ലായിരുന്നു. അവൾ ഡെവിയെ വിളിച്ചപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. ഡി വിളിച്ചിട്ട് കിട്ടിയില്ലേ? അവൾ ഇല്ലെന്ന് തലയാട്ടി. നീ വാ എന്ന റേഞ്ച് കാണില്ല, അതാകും ചേട്ടൻ എടുക്കാത്തത്. നമ്മൾ പോകുന്ന വഴി വിളിച്ചു നോക്കാം, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് വിളിക്കാം. നീ വാ. അവർക്ക് മാത്രമേ ഭദ്രയുടെ വിവാഹം കഴിഞ്ഞ കാര്യം അറിയുകയുള്ളായിരുന്നു. കോളേജിന്റെ 2 കിലോമീറ്റർ അടുത്തായതുകൊണ്ട് അവൾ അവർക്കൊപ്പം തന്നെ പോയി. എന്തോ അവളുമാർ ആദ്യമായി ഒരു കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് നോ പറയാൻ തോന്നിയില്ല. ചെന്നിട്ട് വിളിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ അവരുടെ ഒപ്പം പോയി. അത് മാത്രമല്ല, അടുത്തല്ലേ, ജയ് വരുമ്പോഴേക്കും വരാമല്ലോ എന്ന തോന്നലിൽ അവൾ അവരുടെ കൂടെ പോയിരുന്നു. ആദ്യം പൊന്നും പിന്നെ ശാരദാമ്മയ്ക്ക് നല്ല തലവേദന തന്നെ ഉണ്ടാക്കി വെച്ചെന്ന് തന്നെ പറയാം. രണ്ടും അടുക്കളയെ സഹായിക്കാൻ കയറിയതാ. എന്റെ പൊന്നു കൊച്ചുങ്ങളെ, നിങ്ങൾ എന്നെ സഹായിക്കണ്ട, കഴിച്ച് സഹായിച്ചാൽ മാത്രം മതി. അവസാന തൊഴുതുകൊണ്ട് അമ്മ പറഞ്ഞു രണ്ടിനെയും അടുക്കളയിൽ നിന്ന് ഓടിച്ചിരുന്നു. ആകാശയുടെ വിവാഹത്തിന് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഹരി എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയതല്ലാതെ ഒന്നിലും പങ്കെടുക്കാൻ അവൻ തയ്യാറായില്ല. മാധവൻ പലപ്പോഴായി ചോദിച്ചിട്ടും അവൻ മറുപടിയൊന്നും പറഞ്ഞിരുന്നില്ല. പകരം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അച്ഛനോട് കള്ളം പറയാൻ അവന് തോന്നിയില്ല. എന്തോ സത്യങ്ങൾ മനസ്സിലായിട്ടും അവന് അവരുടെ ആഘോഷങ്ങളിൽ ഒന്നും പങ്കുചേരാൻ തോന്നിയില്ല. അച്ഛനമ്മമാർ ചെയ്ത തെറ്റിന് ഹരിക്ക് ആകാശയെ വേദനിപ്പിക്കാൻ തോന്നിയില്ല. ആകാശ ഒരു പാവം പെണ്ണായിരുന്നു. ജിത്തും കൂട്ടരും മംഗലത്തിന് എത്തിച്ചേരും. ഹരി, മോനെ ജിത്ത്, അവൻ എത്താറായോ? മാധവൻ സംശയത്തോടെ ചോദിക്കവേ, എത്തി അച്ഛ, അവന്റെ ഫ്രണ്ട്സിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാ. ഹരി, നീ ഓക്കെ അല്ലേ മോനെ? അയാളുടെ ചോദ്യം കേൾക്കവേ അവന്റെ കണ്ണൊന്ന് കലങ്ങിയെങ്കിലും അയാളെ നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു. അച്ഛാ, ശ്രീമോളെ വിളിക്കണ്ടേ? അവൻ മാധവനോടായി ചോദിച്ചതും അയാളുടെ മുഖഭാവം ആ നിമിഷം മാറിയിരുന്നു. അവിടെ ദേഷ്യം നിറഞ്ഞു നിന്നു. എന്റെ കൺമുന്നിൽ പോലും കാണാൻ ആഗ്രഹിക്കാത്ത അവളെ നിനക്കറിയാവുന്നതല്ലേ ഹരി? ഇവിടെ നിന്ന് പോയാൽ പോയത് തന്നെയാണ്. അവൾ ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കട്ടെ. ഇനി ഒരിക്കലും ഈ പടി ചവിട്ടാൻ ഞാൻ അവളെ അനുവദിക്കില്ല. അയാൾ ഉള്ളിൽ നൊരിഞ്ഞു പൊങ്ങിയ ദേഷ്യത്തോടെ പറയവേ അവന് അയാളോട് പറയേണ്ടിയിരുന്നില്ല എന്നൊരു നിമിഷം ചിന്തിച്ചു പോയി. അച്ഛൻ എന്തെങ്കിലും അവളെ അംഗീകരിക്കുമോ? അവന് ചോദിക്കാതിരിക്കാനായില്ല. ഹരി, നിർത്ത്. എന്താണെന്ന് എനിക്ക് ഇതുവരെ ഇല്ലാത്ത സ്നേഹം അവളോട്. വേണ്ട മോനെ, അവള് കാരണമാണ് എന്റെ പാറുവിനെ എനിക്ക് നഷ്ടമായത്. ഇന്നത്തോടെ നിർത്തിക്കോ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്കത് ഇഷ്ടമല്ല മോനെ. അതല്ല, നിനക്ക് അവളെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിക്കോ, പക്ഷെ അച്ഛൻ നിന്റെ കൂടെ ഉണ്ടാവില്ല എന്ന് മാത്രം അയാൾ തീർത്തു പറഞ്ഞു. പിന്നെ അവന് അയാളോടൊന്നും പറയാൻ തോന്നിയില്ല. അച്ഛന്റെ ചിന്തകൾ ഒരു നാൾ മാറും. സത്യങ്ങൾ അറിഞ്ഞാൽ അവളെ അംഗീകരിക്കാതിരിക്കാൻ അച്ഛന് കഴിയില്ല. ഡെവി ജയുടെ ക്യാബിന്റെ അകത്തേക്ക് കയറി. ഡെവി AJ ഗ്രൂപ്പ്സുമായി മീറ്റിംഗ് എപ്പോഴാ? നാളത്തേക്കാക്കേടാ, ഡെവി പറഞ്ഞു.
പിന്നെ നമ്മുടെ ഫയലെല്ലാം ഓക്കെ ആണ് എങ്കിലും നീ കൂടി ഒന്ന് നോക്കി ഉറപ്പ് വരുത്തണം. എമൗണ്ട് എല്ലാം നിനക്ക് ഓക്കെ ആണോ എന്ന് ഒന്ന് നോക്കി ഉറപ്പ് വരുത്തണം. നീ നോക്കിയതല്ലേടാ, അതിൽ കൂടുതൽ എനിക്ക് എന്ത് നോക്കാനാണ്, ഒന്ന് പോയേ. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ എടാ, കോളേജിൽ നിന്ന് മാത്യു അങ്കിൾ വിളിച്ചിരുന്നു. ഫസ്റ്റ് ഇയർ കുട്ടികൾക്ക് ഉച്ചവരെ ക്ലാസ് ഉള്ളതായി പറഞ്ഞിരുന്നു. നിന്നെ മോൾ വിളിച്ചായിരുന്നോ? ജയ് തന്റെ ചെയറിൽ നിന്ന് എഴുന്നേറ്റു. ഇല്ല, ഒറ്റ വാക്കിലായിരുന്നു അവന്റെ മറുപടി. മുഖത്ത് അപ്പോഴേക്ക് ശാന്തത മാറി ഗൗരവം നിറഞ്ഞിരുന്നു. ഇപ്പോൾ തന്നെ പറഞ്ഞിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. AJ ഗ്രൂപ്പ്സുമായി മീറ്റിംഗ് ചേരേണ്ട ഫയലെല്ലാം ഞാൻ ഒന്നുകൂടി നോക്കുമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ മറന്നുപോയി. ഡെവിക്ക് അവന്റെ ദേഷ്യം അറിയാവുന്നത് കൊണ്ട് തെല്ലൊരു പതർച്ചയോടെ പറയവേ, നീ ഇതിപ്പോഴാണോടെ പറയുന്നേ? അതൊരു അലർച്ചയായിരുന്നു. നിനക്കപ്പോ നിന്റെ പെങ്ങളുടെ കാര്യത്തിൽ ഇത്ര ഉത്തരവാദിത്വം ഉള്ളോ? നിനക്കറിയാവുന്നതല്ലേ ഡെവി? എന്നിട്ടും അവസാനം അവന്റെ വാക്കുകൾ ഇടറിയിരുന്നു. ഇനി ഒട്ടും താമസിക്കേണ്ട, നീ വരാൻ നോക്ക്, നമുക്ക് അവളെ പോയി അന്വേഷിക്കാം. ഡെവി പറയവേ അവന്റെ ദേഷ്യം നിയന്ത്രിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നത് പെട്ടെന്നായിരുന്നു അവന്റെ ഫോൺ ബെല്ലടിച്ചത്. സ്ക്രീനിൽ ആരവെന്ന് കാണവേ അവൻ പെട്ടെന്ന് തന്നെ കോൾ എടുത്തിരുന്നു. ജയ്, ആ പന്നമോ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ശ്രീജിത്ത് എന്ന ജിത്തും അവന്റെ ടീമും. ആരവിന്റെ വാക്കുകൾ കേൾക്കവേ ജയ് ഒരു നിമിഷം ചലിക്കാൻ മറന്ന് നിന്നുപോയി. പിന്നെ ഒരു അലർച്ചയായിരുന്നു. ഡെവി! ജയുടെ കണ്ണുകൾ ഒരു നിമിഷം ദേഷ്യവും വിഷമം കൊണ്ട് ചുവന്ന് കലങ്ങിയിരുന്നു. ഉള്ളിൽ അവളെ നഷ്ടമാകുമോ എന്ന ഭയം അവന് കാർന്നു തിന്നാൻ പാകത്തിനുള്ളതായിരുന്നു.